ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും അടിപൊളി സംഭവങ്ങളൊക്കെയാണ് പിക്ക് ചെയ്തത്. കാരണം റേറ്റ് വൈസ് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. കാരണം അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ് നടക്കുന്നത്. അതും ഏപ്രിൽ 1 തൊട്ട് 6 വരെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് നല്ല നല്ല കളക്ഷൻസ് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ മേടിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ആമസോൺകാർ തന്നു. പിന്നെ എന്തിനും നമ്മൾ ഈ ഒരു സെയിൽ മിസ് ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട കളക്ഷൻ വെച്ച് തന്നെ തുടങ്ങാം. ഇതൊരു 2 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. 2 പീസിൻ്റെ സെറ്റിൽ ടോപ്പ് വിത്ത് ദുപ്പട്ട. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എ ലൈൻ ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഗൗൺ എന്നും വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇത് ഫോട്ടോയിൽ കാണിച്ചപ്പോൾ ആങ്കിൾ ലെങ്ത് ആയിരുന്നു, പക്ഷെ ഞാൻ വെയർ ചെയ്ത് വന്നപ്പോൾ അത് ഫുൾ ലെങ്ത് ആയി മാറി. ഇനി എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നമാണാവോ, ഡ്രസ്സിൻ്റെ പ്രശ്നമാണാവോ? എന്തായാലും ഡ്രസ്സിൻ്റെ പ്രശ്നമല്ല, എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നമാണ്. എന്തായാലും ലെങ്ത് കുറവല്ലല്ലോ, കൂടുതലല്ലോ. കട്ട് ചെയ്തിട്ടായാലും നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും വേറെ ഇയാൾ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഹൈറ്റ് എല്ലാവർക്കും അറിയണം എന്നല്ലേ. ഹൈറ്റ് വരുന്നത് 5'3" ആണ് കേട്ടോ. നോർമൽ ഒരു ഹൈറ്റൊക്കെ തന്നെ, വലിയ കൂടുതലൊന്നുമില്ല. അപ്പോൾ 5'3" ഫുൾ ലെങ്ത് ആണ്. ഇനി 5'5" ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ആങ്കിൾ ലെങ്ത്തിലൊക്കെ വരും. ഇനി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് ബ്ലാക്ക് അടിപൊളി ഒരു ഷെയ്ഡാണ്. എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡ്. ഏത് സ്കിൻ ടോൺ ആയാലും വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എ ലൈനാണ്, പ്ലെയിൻ ആണ്. ഓവറോൾ വേറെ പ്രിൻറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. 3/4 ആണ് സ്ലീവ് വരുന്നത്. സിമ്പിളാണ്, ഹമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ടയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. എന്തായാലും ദുപ്പട്ട വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ ദുപ്പട്ടയും ഇതിൽ ഫുൾ വിഡ്ത്തും ലെങ്ത് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്നത് മൊത്തം പ്രിൻ്റാണ്, കോട്ടൻ്റെ മെറ്റീരിയലാണ്. ദുപ്പട്ട ടോപ്പ് വരാണെങ്കിൽ റയോൺ മെറ്റീരിയൽ. അപ്പോൾ ജനശ്രയ ബ്രാൻഡിൻ്റെ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് ഇതിൽ കളർ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇനി റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 800 സംതിങ്ങിനാണ് ഞാൻ 800 900 ആ ഒരു റേഞ്ചിലാണ് മേടിച്ചത്. എന്തായാലും 1000-ൻ്റെ താഴെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ലാർജ് സൈസ്, പെർഫെക്റ്റ് സൈസ്. അതായത് ഒറ്റയ്ക്ക് ഇടുന്നേക്കാളും നല്ലത് ദുപ്പട്ടയുടെ കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് കിടന്നാലോ. നല്ല അടിപൊളി ഒരു മാക്സി ഡ്രസ്സോ വെസ്റ്റേൺ വെയറോ എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷേ ടോട്ടലി കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇനി ഇത് എൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ റയോൺ മെറ്റീരിയൽ ആണ്. അതുപോലെ യോക്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ കിടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഷേപ്പിൽ നല്ല കംഫർട്ടബിൾ ആണ്. അങ്ങനെ പിന്നെ നെക്ക് അത്ര വലിയ ഡീപ്പ് ഒന്നും പറയാനില്ല, അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി അതിനുണ്ട്. പിന്നെ ഇതൊരു മാക്സി ഡ്രസ്സാണ്. 3 ടയർ ആയിട്ടുള്ള ഫുൾ ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വേറെ ഡിഫറെൻറ്റ് പ്രിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രിൻറ്റിൽ ഫ്ലോറൽ പ്രിൻ്റാണ്, എവിടെ നിന്നാലും കാണുന്ന ഒരു പ്രിൻറ്റ് എന്ന് പറയില്ല. എന്തായാലും നല്ല ബ്രൈറ്റ് ഷെയ്ഡിലുള്ള ഒരു കളർ കേട്ടോ. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവ് ചെറുതായിട്ടുള്ള ഒരു പഫി ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്ലീവ്. പിന്നെ ഇതിൻ്റെ വർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ട് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. ഫുൾ ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് ഫ്രണ്ടിലും ബാക്കിലും ഓവറോൾ ഇത് തന്നെ. ഇനി ഇത് ബ്രാൻഡ് ഏതോ ഒരു ലുക്ക്, അപ്പോൾ അത് ലിങ്കിൽ കയറി നോക്കിയാൽ മതിയിട്ട്. എന്താ സൈസ് ലാർജാണ്. അപ്പോൾ ലാർജ് സൈസിൽ ഇതിന് വേറെ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വേറെ ഒരു ഡ്രസ്സും കൂടി അതിൽ കാണാം കേട്ടോ. സെയിം ഇതുപോലെ ഒരു മാക്സി ഡ്രസ്സിൽ, അത് ഡിഫറെൻറ്റ് പ്രിൻറ്റിലാണ്, ഡിഫറെൻറ്റ് മോഡലാണ് വരുന്നത്. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 600 സംതിങ് ആ ഒരു റേറ്റാണ് വന്നിട്ടുള്ളൂ കേട്ടോ. സെയിൽ നടക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവിന് കിട്ടണം. അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റൊക്കെ 900 1000 ആ ഒക്കെ റേഞ്ചിലൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും റേറ്റ് കുറവിന് കിട്ടിയത്. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റ്, പാർട്ടി വെയർ, ഫെസ്റ്റിവൽ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സെറ്റാണ്. ഇത് ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ വരുന്നത് യോക്കിൽ നല്ല അടിപൊളി ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിങ്, അതുപോലെ തന്നെ ഹക്കോബര വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നടുക്കിലത്തെ പോർഷനിൽ. പിന്നെ എൻഡ് പോർഷനിലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഓവറോൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തതെന്ന് വെച്ചാൽ അടിപൊളി ഒരു പക്ക പാർട്ടി വെയർ കളക്ഷൻസ്. ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, ഇതിൽ വേറെ ഷെയ്ഡൊന്നുമില്ല. ഇനി ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. നല്ല വർക്ക് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. ബ്ലാക്കിൽ എൻഡിൽ ചെറുതായിട്ടൊന്നുള്ള അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് നമുക്ക് സ്ലീവിൽ കൊടുത്ത പോലെ തന്നെ നല്ല അത്യാവശ്യം ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് 3 പീസ് ആയതുകൊണ്ട് ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയൽ, സൈഡിൽ ലേസിൻ്റെ ഡീറ്റെയിലിംഗ്, ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ
വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ടോപ്പും അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൽ വേറെ ഷെയ്ഡ്സ് ഒന്നുമില്ല. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. പിന്നെ നമ്മളെല്ലാം പ്രാവശ്യം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ള ഒരു ഇൻഡോ ഇറ ബ്രാൻഡ്, ആ ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു ബ്രാൻഡ്. വാമസി ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കുർത്തി സെറ്റാണ്. അപ്പോൾ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ കളർഫുൾ മൾട്ടി ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കാണുന്നതൊക്കെ പ്രിൻ്റ് ആണ് കേട്ടോ. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയാണ്. വീനക്ക് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുപോലെ അതിൽ ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, സീക്വൻസ് വർക്കിൻ്റെയും എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെയാണ് പോയിരിക്കുന്നത്, ബാക്കും ഫ്രണ്ടും. പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ 1 സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഇതിലിപ്പോൾ ഏത് നമുക്ക് ലെഗിൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഇഷ്ടമൊക്കെ കുറേ കളേഴ്സ് ഉണ്ടല്ലോ. പിന്നെ അഫ്കോഴ്സ് 3 പീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സെയിം ഈ ഒരു ക്ലോത്തിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു പാച്ച് വർക്ക് പോലെ ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ റയോൺ മെറ്റീരിയലാണ് കേട്ടോ. റയോൺ മെറ്റീരിയലാണ്. സൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ പക്ക പെർഫെക്റ്റ് ഫിനിഷിങ്, ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. ഇനി ബ്രാൻഡ് വാമസിയാണ്. വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. 3 പീസിൻ്റെ ഒരു ഫെസ്റ്റിവൽ വെയർ കളക്ഷൻ. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. ഓവറോൾ ലുക്ക് അടിപൊളി. യോക്ക് പോർഷനിൽ വരുന്നത് റോസ് ത്രെഡിൻ്റെ എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങും സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ക ഫെസ്റ്റിവൽ വെയർ കളക്ഷൻസ്. പിന്നെ സ്ലീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ തന്നെ റോസ് ഡീറ്റെയിലിങ്ങും റോസ് എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്ട്രേറ്റ് ഫിറ്റ് കുർത്തിയാണ്. അടിപൊളി ഒരു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇങ്ങനെ ബൂട്ട വർക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ്, അഫ്കോഴ്സ് പാൻറ്റിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ ഒരു ബൂട്ട് കട്ട് സ്റ്റൈലാണ് കേട്ടോ പാൻറ്റിൻ്റെ അടി പോർഷൻ വരാണെങ്കിൽ. പിന്നെ പോക്കറ്റ് ഒന്നുമില്ല, നമുക്ക് സാധാ ഒരു പാൻറ്റ് പോലെ തന്നെ. മെറ്റീരിയൽ രണ്ടും സെയിം ആണ് കേട്ടോ. വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ. ആക്ച്വലി ഇവർ മെൻഷൻ ചെയ്തത് വെബ്സൈറ്റിൽ പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്, പക്ഷേ എനിക്ക് റിസീവ് ചെയ്തത് വെൽവെറ്റ് ആണ്. വെൽവെറ്റ് ആയാലും നല്ല അടിപൊളി കളറിലാണ്, നല്ലൊരു വൈൻ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ്. അപ്പോൾ ഇത് 3 പീസാണ്. ഇനി 3 പീസിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ദുപ്പട്ട എന്തായാലും വേണ്ടേ. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫുൾ ഓർഗൻസിൽ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് സൈഡിലും ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. സൈഡിൽ സാധാരണ ലേസൊക്കെ വരാറ്, പക്ഷെ നമുക്കിത് കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി അല്ല, കൈകൊണ്ട് ചെയ്തിട്ടുള്ള ഈ ക്രോഷ്യ വർക്ക് എന്നൊക്കെ പറയില്ലേ, ക്രോഷ്യയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ. അപ്പോൾ ദുപ്പട്ടയും അടിപൊളി, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഫെസ്റ്റിവൽ വെയർ കളക്ഷൻസ് ആണ്. ഇനിയിപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് XL ആണ്. ഞാൻ ഓർഡർ ചെയ്തത് ലാർജാണ്. അപ്പോൾ ബൈ മിസ്റ്റേക്ക് എനിക്ക് ഒരു സൈസ് ലാർജ് ആയി, അതുകൊണ്ടാണ് ഈ ഒരു ലൂസ് ഫിറ്റ് വരുന്നത്. പക്ഷേ കറക്റ്റ് സൈസ് ആണെങ്കിൽ അടിപൊളി ഒരു ലുക്കായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊരു 3 പീസിൻ്റെ ലാർജ് സൈസ് ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ. എല്ലാവർക്കും ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും സെയിൽ നടക്കുന്നുണ്ട്. മിസ് ചെയ്യേണ്ട ഈ ഒരു സെയിൽ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ 6th വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെയിലിന് പിടിക്കാമെന്നേ, വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. എന്തായാലും കളക്ഷൻസ് നല്ല റേറ്റ് കുറവിനും നമുക്ക് നല്ല അഫോർഡബിൾ റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ റേറ്റ് ഡിഫറെൻ്റ് ഒക്കെ കാണുകയാണെങ്കിൽ അടുത്ത സെയിലിന് നോക്കിയാൽ മതി. അപ്പോൾ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോ. നല്ല കളക്ഷൻസ് ആണ്. പിന്നെ ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ലിങ്കൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഡീറ്റെയിൽസ് വിത്ത് പ്രൈസ് എടുക്കാം. നമ്മളിപ്പോൾ ലിങ്ക് സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഒരൊറ്റ ലിങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. ഏതിൽ കുത്തിയാലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. അവിടെ നമുക്ക് ലൈവായിട്ട് ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആമസോൺ കളക്ഷൻസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.